ഐലൻഡുകളാണ് അബുദാബിയിലുള്ളത്. 42-ലധികം ഐലൻഡുകൾ ഉണ്ട്. നിങ്ങൾ ആ കാണുന്ന റൈറ്റ് ഹാൻഡ് സൈഡിൽ ബ്ലൂ കളറും ഒരു ഗ്രീൻ കളറും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് കടലിനുള്ളത്. നാച്ചുറലാണ്. ഇപ്പൊ നമ്മൾ യാസ് ഐലൻഡിൽ നിന്ന് എക്സിറ്റ് ആവാൻ പോവാണ്. നമ്മളൊരു 3 ഐലൻഡ് കടന്നിട്ട് വേണം അബുദാബിയുടെ മെയിൻ ഐലൻഡിലോട്ട്. നമ്മുടെ യാസ് ഐലൻഡ് കടന്ന് അൽഫഹിദ് ഐലൻഡിലോട്ട് എൻട്രി ചെയ്യാണ്. അൽഫഹിദ് ഐലൻഡ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജുബൈൽ ഐലൻഡ് കഴിഞ്ഞ് നമ്മൾ സാദിയാത്ത് ഐലൻഡ് വരും. ഇനി ഇതിന്റെ വൈറ്റ് സാൻഡുകളുടെ സ്പെഷ്യാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പൊ ആക്ച്വൽ പ്യൂർ വൈറ്റ് അല്ല. ഈ വൈറ്റ് സാൻഡുകളൊന്നും ഇവിടുത്തെ സാൻഡ് അല്ല, ഒക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് വൈറ്റ് സാൻഡ് ബീച്ചുകളാക്കുകയാണ്. ഇവിടുത്തത് ഒരു ബ്ലാക്ക് ആൻഡ് ബേജ് മിക്സഡ് കളറാണ്. ഓക്കെ, ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു മണൽത്തിട്ട കണ്ടോ നടുവില്? അതൊരു മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ടാക്കുകയാണ്. മാൻമെയ്ഡ് ഐലൻഡ് ഒരു 6 മാസം കഴിഞ്ഞ് അവിടെ ഒരു റെസ്റ്റോറന്റോ ഒരു കോഫി ഷോപ്പോ നിങ്ങൾക്ക് കാണാം ഈ വഴി വരികയാണെങ്കിൽ. എല്ലാം പ്രൈവറ്റ്, അതായത് ലാൻഡ് ഗവൺമെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അത് നിങ്ങൾക്ക് പ്രൈവറ്റൈസേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും തുടങ്ങാം. ആർക്കും തുടങ്ങാം. പൈസ മാത്രം ഉണ്ടായാൽ മതി, പൈസയും പ്ലാനും മാത്രം ഉണ്ടായാൽ മതി, ആർക്കും തുടങ്ങാം. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടൊന്ന് നോക്കിയേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണാം 9 സ്ക്വയർ കിലോമീറ്റർ ഏരിയയില് ഇതേപോലെ മാംഗ്രൂവ് കണ്ടൽക്കാടുകളായിരുന്നു നമ്മൾ ഈ വന്ന യാസ് ഐലൻഡ്. നമ്മളിപ്പോ ഈ യാസ് ഐലൻഡിൽ മൊത്തമായിട്ട് ഇതേപോലത്തെ കണ്ടൽക്കാടുകളായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് അൽഫഹിദ് ഐലൻഡിലാണ്. ഈ നെക്സ്റ്റ് ടൂറിസം പ്രൊജക്ട് നടക്കുന്നത് ഇവിടെയാണ്. ഇതെല്ലാം ടൂറിസം പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കടലാണ് കേട്ടോ. ആ കാണുന്നത് കടലാണ്, പേർഷ്യൻ ഗൾഫ് സീ ആണ് ആ കാണുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് നമ്മുടെ നാട്ടിലെ കനാല് പോലെ പുഴ പോലെ കിടക്കുന്നത് അറേബ്യൻ പേർഷ്യൻ ഗൾഫ് സീ ആണ്. ഡ്രഡ്ജിങ് ഇവിടെ നടക്കുന്നതെല്ലാം ഈ ടൂറിസം പ്രൊജക്ടുകളാണ് ഇവിടെ നടക്കുന്നത്. ഡ്രഡ്ജിങ് ഈ ഏരിയയിൽ ഡ്രഡ്ജിങ് ചെയ്ത് മാറ്റുന്നില്ല, കാരണം ഇത് എക്കോ എൻവയോൺമെന്റൽ ആയിട്ട് മറൈൻ പ്രൊട്ടക്ടിങ് സിസ്റ്റം അണ്ടറിലുള്ളത്. ഇവിടേക്ക് ഷിപ്പിന്റെ എൻട്രി ഒന്നുമില്ല. ഷിപ്പിന്റെ എൻട്രി ഉള്ള സ്ഥലങ്ങളിലോട്ട് നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഒരു 2 വർഷം കൂടി കഴിഞ്ഞ് എന്തായാലും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ ഏകദേശം ഒരു വലിയ 3 വേൾഡ് ഗിന്നസ് പ്രൊജക്ടുകളാണ് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സീ അണ്ടർ വാട്ടർ എക്കോറിയാണ് അവിടെ നടക്കുന്ന പ്രൊജക്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് തിരമാല അത് ഹുദൈരിയാത്ത് ഐലൻഡിൽ നടക്കുന്നുണ്ട്. അത് വേൾഡ് ഗിന്നസ് റെക്കോർഡാണ്. അത് ഓൾമോസ്റ്റ് ഓപ്പണിംഗ് സ്റ്റേജിലാണ്. അബുദാബി വളരെ കുറവ് കാലങ്ങളായിട്ടുള്ള ടൂറിസത്തിലോട്ട് കടന്നിട്ട്. നിങ്ങൾ അബുദാബിനെ കുറിച്ച് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് ഒരു പാട്ടിലാണല്ലേ? അബുദാബിക്കാരൻ പുതുമണവാളൻ നിക്കാഹിനൊരുങ്ങി വരും, ഓൻ വിളിക്കുമ്പോ പറന്നു വരും, പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പാനം കിളിക്ക്, ഉക്കാന്റെ കരളെ ഉപ്പാന്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്. ഉഷാറില്ല, നമ്മള് നിർത്തി. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിലെ കടല് കണ്ടോ? സാദിയാത്ത് ഐലൻഡ് നമ്മൾ പോകുന്നുണ്ടോ? അത് യാസ് ഐലൻഡ് ആണ്. ബോർഡ് നിങ്ങൾക്ക് എല്ലാം പോകുന്ന വഴികളാണ് കാണുന്നത്. വഴികളാണ് ബോർഡുകൾ കാണാൻ. ഹലോ, ഒരു നല്ലൊരു ആർക്കിടെക്ചറൽ പ്ലാൻ ഉണ്ട്. ധൈര്യമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ ഗവൺമെന്റിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഗവൺമെന്റ് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റ് നിങ്ങൾക്ക് ഒരു 10 വർഷത്തെ ഗോൾഡൻ വിസ തരും. ഏജ് മാറ്റർ അല്ല, ഇത് ഗവൺമെന്റ് ഒരു ഗോൾഡൻ വിസ തരും 10 വർഷത്തെ. പ്ലസ് നിങ്ങൾക്ക് ഇവിടുത്തെ ബാങ്ക് ലോൺ തരും, വെഹിക്കിൾ ലോൺ തരും, എല്ലാം തരും. ഇനി നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ 3 മില്യൺ ദിർഹംസിന് മേലെ നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസാക്ഷൻ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റിന് അപ്ലൈ ചെയ്യാം. ഇവിടെ നിന്ന് ഗോൾഡൻ വിസ തരും. ഇവിടെ വന്ന് നിങ്ങൾക്ക് 100% നിങ്ങളുടെ ഓണർഷിപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. 2016 ശേഷം ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണ്.
യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നമ്മൾ പറഞ്ഞ ഈ 7 സംസ്ഥാനങ്ങളും ഒറ്റ രാജ്യത്തിന്റെ കൊടക്കീഴിലാണ്. 1971 വരെ ഈ 7 സംസ്ഥാനങ്ങളും 7 രാജ്യങ്ങളായിരുന്നു. 1971 ഡിസംബർ 2-ാം തീയതിയാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഈ രാജ്യം രൂപീകരിച്ചത്. അതിനു മുമ്പ് വരെ ഈ രാജ്യങ്ങളുടെ പേര് ബ്രിട്ടീഷ് ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു. ഞാൻ ചെറിയൊരു കഥ പറയാം, താല്പര്യമുണ്ടോ? ഇപ്പൊ വേണ്ട അല്ലേ? കുറച്ച് ഉഷാറും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതിയോ? ഇപ്പൊ തന്നെ പറയട്ടെ, കുറെ പേര് ഉറക്കം ക്ഷീണിച്ചിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ കഥയിലേക്കും ചരിത്രത്തിലേക്കും കടക്കാൻ.